പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനും മറ്റുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വാട്സപ്പിൽ ഓരോരോ കമ്പനികൾ ടൂർ പാക്കേജുകളിൻ്റെ പരസ്യം കൊടുക്കുന്നുണ്ട്. ശ്രീരംഗം, തഞ്ചാവൂർ, കുംഭകോണം, ചിദംബരം ടൂർ പാക്കേജുകൾ. പക്ഷേ അവരുടെ കൂടെ പോകണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ടൂർ പാക്കേജുകളിൽ പോകുമ്പോൾ അതിനെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കി വേണം പോകാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ യാത്രാ ഗൈഡ് വീഡിയോയിൽ ചെയ്യുന്നത്. പാലക്കാട് നിന്നും 2 വീലറിലാണ് എൻ്റെ യാത്ര. ചന്ദ്രനഗറിൽ നിന്നും പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ NH 544 എല്ലാ ഭാഗത്തേക്കും ബസ് കിട്ടുന്ന സ്ഥലമാണ്. ശ്രീരംഗം, തഞ്ചാവൂർ, കുംഭകോണം, വേളാങ്കണ്ണി, ചിദംബരം ഇത്രയും സ്ഥലങ്ങളിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ കാണാനുള്ള യാത്രയിലാണ്. ആദ്യമായി തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ തൃച്ചി എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു വേണം യാത്ര തിരിക്കാൻ. യാത്ര പോകുമ്പോൾ ആദ്യം കോയമ്പത്തൂർ, ഉദ്ദേശം 55 കിലോമീറ്റർ. ടൗണിൽ കയറാതെ തന്നെ പോകാൻ കഴിയും. കരൂർ എന്ന സ്ഥലം വരെ ഏകദേശം ഒരേ റോഡാണ്. ആകുന്നതും യാത്ര പകൽ നടത്താൻ ശ്രമിക്കണം. കോയമ്പത്തൂരിൽ നിന്നും തൃച്ചിക്ക് 200 കിലോമീറ്ററാണ്. പോകുന്ന സൈഡിൽ തന്നെ കാവേരി നദിയുടെ തീരത്തു കൂടി കുറേ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. തൃച്ചിയിലെത്തിയാൽ ഒരു ഉദ്ദേശം 10 കിലോമീറ്റർ ദൂരമാണ് ശ്രീരംഗത്തേക്ക്. ശ്രീരംഗത്ത് വന്ന് മുറിയെടുത്ത് താമസിക്കുന്നതാണ് നല്ലത്. കാരണം ക്ഷേത്രം കാണാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ക്ഷേത്രത്തിനടുത്ത് തന്നെ താമസിക്കാൻ സൗകര്യം ചെയ്യണം. ശ്രീരംഗപട്ടണത്ത് പ്രധാനമായും ശ്രീരംഗനാഥ ക്ഷേത്രം, ജംബുകേശവ ക്ഷേത്രം, ശ്രീരംഗ നായികി അമ്മൻ ക്ഷേത്രം, തിരുവെള്ളൈറൈ ക്ഷേത്രം ഇവയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കാണാൻ കഴിയും. അവിടെ താമസിച്ചുകൊണ്ട് തന്നെ തൃച്ചിയിലെത്തി റോക്ക് ഫോർട്ട് സന്ദർശിക്കാം. 83 മീറ്റർ ഉയരമുള്ള ഒരു ചുവന്ന ഗ്രാനൈറ്റ് മലയാണ് ഇവിടുത്തെ ആകർഷണം. ഇതിനു മുകളിൽ ഒരു ശിവക്ഷേത്രവും ഉച്ചിപ്പിള്ളയാർ എന്ന ഗണപതി ക്ഷേത്രവും ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാവേരി നദിയും തൃച്ചി നഗരവും മുഴുവനായും കാണാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. 2000 വർഷം പഴക്കമുള്ള കല്ലാണൈ അണക്കെട്ടും സാമയപുരം മാരിയമ്മൻ ക്ഷേത്രവും സന്ദർശിക്കാം. തമിഴ്നാട്ടിലെ തിരക്കുള്ള പ്രശസ്തമായ അമ്മൻ ക്ഷേത്രമാണിത്. ഇവിടം കഴിഞ്ഞാൽ നേരെ തഞ്ചാവൂർക്കാണ് അടുത്ത യാത്ര. ഉദ്ദേശം 60 കിലോമീറ്ററാണ് ദൂരം. ഒരു 1.5 മണിക്കൂർ കൊണ്ട് യാത്ര എത്താം. പോകുന്ന വഴിയിൽ തന്നെയാണ് ബൃഹദീശ്വര ക്ഷേത്രം. തഞ്ചാവൂരിലെ പഴയ ബസ് സ്റ്റാൻഡിനടുത്ത് ധാരാളം ലോഡ്ജുകളുണ്ട്. അവിടെ റൂം എടുക്കുന്നതാണ് നല്ലത്. കാരണം തൊട്ടടുത്ത് 1.5 കിലോമീറ്റർ ദൂരപരിധിയിൽ തന്നെയാണ് തഞ്ചാവൂരിലെ പ്രധാനമായും കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും ഉള്ളത്. ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനപ്പുറത്താണ് ശിവഗംഗ പാർക്ക്. ഇത് പലർക്കും അറിയാത്തതാണ്. ഈ ശിവഗംഗ പാർക്കിൽ നിന്ന് തന്നെ ബൃഹദീശ്വര ക്ഷേത്രത്തെ നമുക്ക് നല്ലപോലെ ദർശിക്കാനാവും. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും 1 കിലോമീറ്റർ പോയാൽ തഞ്ചാവൂർ പാലസ് കാണാം. നായക് രാജവംശം പിന്നീട് മറാത്ത രാജവംശവും നിർമ്മിച്ച കൊട്ടാരം. അതിനകത്ത് മ്യൂസിയവും ആർട്ട് ഗാലറിയും പ്രവർത്തിക്കുന്നു. ആദ്യം കാണുന്നത് സരസ്വതി മഹൽ ലൈബ്രറിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെല്ലുന്ന ലൈബ്രറികളിൽ ഒന്ന്. ഇവിടെ പഴയോലകളിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ കാണാം. കൊട്ടാരത്തിനകത്താണ് ആർട്ട് ഗാലറിയും മ്യൂസിയവും ഉള്ളത്. ചോളകാലത്ത് കല്ല്, വെങ്കലം കൊണ്ടുള്ള വിഗ്രഹങ്ങളുടെ വലിയ ശേഖരം നമുക്കിവിടെ കാണാം. കൊട്ടാരത്തിൻ്റെ ശില്പഭംഗി തന്നെ മനോഹരമാണ്. അതിനു മുകളിൽ നിന്നാൽ ബൃഹദീശ്വര ക്ഷേത്രം ദർശിക്കാനാവും എന്നതാണ് പ്രത്യേകത. തൊട്ടടുത്തായി ദർബാർ ഹാളുണ്ട്. അത് പ്രൈവറ്റാണ്. അവിടെ കയറാൻ വേറെ ടിക്കറ്റ് എടുക്കണം. രാജാക്കന്മാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന അമ്മിയും ആട്ടുകല്ലും ഫർണിച്ചറും ആയുധങ്ങളും അവരുടെ ഡ്രസ്സും ഒക്കെ കാണാനാവും. തൃച്ചി കഴിഞ്ഞാൽ കുംഭകോണത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാം. തഞ്ചാവൂരിൽ നിന്നും കുംഭകോണത്തേക്ക് 45 കിലോമീറ്ററാണ് ദൂരം. കുംഭകോണത്തേക്ക് പോകുന്ന വഴിയിൽ തഞ്ചാവൂരിൽ നിന്നും 30 കിലോമീറ്റർ, കുംഭകോണത്തേക്ക് 15 കിലോമീറ്റർ ദൂരത്തിൽ സ്വാമിമലൈ എന്ന മുരുകക്ഷേത്രമുണ്ട്. അത് സന്ദർശിക്കാം. കൂടാതെ അവിടെ നിന്നും 4-5 കിലോമീറ്റർ പോകുന്ന വഴിയുടെ അരികിൽ തന്നെയാണ് ധാരാസുര ഐരാവതേശ്വര ക്ഷേത്രം. ചോള രാജാവായ രാജരാജ ചോളൻ രണ്ടാമൻ 12-ാം നൂറ്റാണ്ട് നിർമ്മിച്ച് യുനെസ്കോ ലോക പൈതൃക സ്മാരക പട്ടികയിൽ ഉൾപ്പെട്ട ക്ഷേത്രമാണിത്. ക്ഷേത്രങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന നാടാണ് കുംഭകോണം. ഇവിടെ എത്തിയാൽ റൂമെടുത്ത് വിശ്രമത്തിന് ശേഷം യാത്ര തുടങ്ങാം. കുംഭകോണം ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ ധാരാളം ലോഡ്ജുകളുണ്ട്. വാടകയും കുറവാണ്. ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ ക്ഷേത്രങ്ങളും ദർശിക്കാനാവും എന്നതാണ് പ്രത്യേകത. ആദ്യമായി മഹാകുംഭമേളം നടക്കുന്ന കുംഭകുളം കാണാം. 12 വർഷത്തിലൊരിക്കൽ മഹാമഹ ഉത്സവം നടക്കുന്നത് ഇവിടെയാണ്.
ലക്ഷക്കണക്കിന് ആളുകൾ സ്നാനം ചെയ്യാൻ ഇവിടെ എത്തുന്നു. ആദികുംഭേശ്വര ക്ഷേത്രം, സാരംഗപാണി ക്ഷേത്രം, രാമസ്വാമി ക്ഷേത്രം, ചക്രപാണി ക്ഷേത്രം, തിരുനാഗേശ്വര ക്ഷേത്രം ഇതെല്ലാം ആദികുംഭേശ്വര ക്ഷേത്രത്തിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഉള്ളത്. ഈ ഓരോ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും സ്ഥലത്തെ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും മറ്റൊരു വീഡിയോയിൽ വിശദമായി കൊടുക്കുന്നതാണ്. ഇത് വെറും ഒരു യാത്രാ ഗൈഡ് മാത്രമാണ്. ആദികുംഭേശ്വര ക്ഷേത്രം കുംഭകോണത്തിലെ പ്രധാന ശിവക്ഷേത്രമാണ്. കുംഭകോണം എന്ന ഈ നഗരത്തിന് പേര് വന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. അടുത്തു തന്നെയാണ് സാരംഗിപാണി ക്ഷേത്രം, വിഷ്ണുവിൻ്റെ പ്രധാന ക്ഷേത്രം. വലിയ രഥത്തിൻ്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 108 ദിവ്യദേശങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. ചക്രപാണി ക്ഷേത്രം, വിഷ്ണുവിൻ്റെ സുദർശന ചക്രം ആരാധിക്കുന്ന ക്ഷേത്രം. വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. തിരുനാഗേശ്വര രാഹു ക്ഷേത്രം, നവഗ്രഹങ്ങളിൽ രാഹുവിൻ്റെ പ്രധാന ക്ഷേത്രം. പാലഭിഷേക സമയത്ത് ഇവിടെ പാലിൻ്റെ നിറം മാറുന്നു എന്ന പ്രത്യേകതയുണ്ട്. രാമസ്വാമി ക്ഷേത്രം, രാമായണ കഥകൾ മുഴുവൻ ഭിത്തികളിൽ കാണാം. രാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ ഒരുമിച്ച് പ്രതിഷ്ഠിച്ച ക്ഷേത്രം എന്ന് വിശ്വസിക്കുന്നു. കുംഭകോണത്തു നിന്നും വേളാങ്കണ്ണിയിലേക്ക് അടുത്തു പോകാം. 90-95 കിലോമീറ്ററാണ് ദൂരം. തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലുള്ള ഒരു ഗ്രാമമാണ് വേളാങ്കണ്ണി. ഇന്ന് ഇത് ക്രിസ്ത്യാനികളുടെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. കിഴക്കിൻ്റെ ലൂർദ് എന്ന് ഇത് വിളിക്കപ്പെടുന്നു. ഇവിടെ വ്യത്യസ്തമായ 3 പള്ളികളുണ്ട്. പ്രധാന ബസിലിക്ക, മോർണിംഗ് സ്റ്റാർ ചർച്ച്, വേളാങ്കണ്ണി ചർച്ച്, കൂടാതെ തീർത്ഥക്കുളവും കാണാം. യേശുദേവന്റെ വലിയൊരു പ്രതിമ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കൈ ഉയർത്തി നിൽക്കുന്നു. ബീച്ച് അത്ര മനോഹരമല്ലെങ്കിലും രാവിലെയും വൈകുന്നേരം തിരക്കിന് കുറവില്ല. കടലിൻ്റെ ഉൾഭാഗത്തേക്ക് കരിങ്കല്ലിട്ടതുകൊണ്ട് അപകടം കുറവാണ്. കരിങ്കല്ലിട്ടിരിക്കുന്ന ഭാഗം വരെ ആളുകൾക്ക് നടന്നു പോകാൻ കഴിയും. തിരിച്ചിനി നമുക്ക് ചിദംബരത്തേക്ക് മടങ്ങാം. ഏകദേശം 90-95 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. വരുന്ന വഴിയിലാണ് തിരുവരൂർ ക്ഷേത്രം കാണാൻ കഴിയും. ഇവിടെ ത്യാഗരാജസ്വാമിയായിട്ടാണ് ശിവൻ കുടികൊള്ളുന്നത്. 40 ഏക്കറിൽ മുഴുവനും ഒരു ക്ഷേത്ര കോംപ്ലക്സാണ്. വലിയ ഡോറും വളരെ ഭംഗിയായാണ് അത് ഒരുക്കി വച്ചിരിക്കുന്നത്. തൊട്ടടുത്തായി ഒരിക്കലും വറ്റാത്ത 40 ഏക്കറിൽ വിശാലമായ കുളവും, കുളത്തിന് നടുവിൽ ഒരു ശിവക്ഷേത്രം കാണാം. ഇതിന് കാമലാലയം നാഗസ്വാമി ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നും ഏകദേശം 100 കിലോമീറ്ററാണ് ചിദംബരത്തേക്ക് വരും. കാരണം ചിദംബരം മയിലാടുതുറൈ റൂട്ടിൽ നിന്നും കുറച്ച് ഉള്ളിലേക്കാണ് മാറിയാണ് തിരുവര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചിദംബരത്തെത്തിയാൽ നടരാജ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് ധാരാളം ലോഡ്ജുകളുണ്ട്. പ്രധാന ആകർഷണം നടരാജ ക്ഷേത്രം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നടരാജ വിഗ്രഹം ഇവിടെയാണുള്ളത്. ശിവൻ ആനന്ദതാണ്ഡവം ചെയ്യുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. തൊട്ടടുത്ത് തന്നെയാണ് തിലൈക്കാളി അമ്മൻ ക്ഷേത്രം, അണ്ണാമല യൂണിവേഴ്സിറ്റി, കൂടാതെ പിച്ചാവരം മാംഗ്രോവ് ഫോറസ്റ്റ് കാണാം. ഇവിടെ നിന്നും 15 കിലോമീറ്ററാണ് ദൂരം. 1000-ലധികം ചെറുദ്വീപുകളും വെള്ളച്ചാലുകളുമുള്ള മനോഹരമായ ജലാശയം. ചിദംബരത്തു നിന്നും മടങ്ങുമ്പോൾ അല്പം ചുറ്റി ചോളാപുരം വഴി തൃച്ചിയിലേക്ക് വരാം. ചിദംബരത്തു നിന്നും 75-80 കിലോമീറ്ററാണ് ദൂരം വരും. ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രം ഇവിടെയാണ്. ചോള ചക്രവർത്തിയായ രാജേന്ദ്ര ചോളൻ ഒന്നാമനാണ് നിർമ്മിച്ചത്. അരിയലൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും തൃച്ചിയിലേക്ക് 125 കിലോമീറ്ററാണ് ദൂരം. പ്രിയപ്പെട്ടവരെ, ഇത് വെറും ഒരു യാത്രാ ഗൈഡ് മാത്രമാണ്. ഇതിൻ്റെ ഓരോ സ്ഥലത്തിൻ്റെയും ക്ഷേത്രങ്ങളുടെയും വീഡിയോ ഇടുന്നതായിരിക്കും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.